അപ്പോസ്തല പ്രവൃത്തികൾ 7:55-56 പറയുന്നു, അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നത് കണ്ടു. നോക്കി അടുത്ത പ്രവൃത്തി നോക്കുമ്പോൾ അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ വലതുഭാഗത്തുള്ള യേശു നിൽക്കുന്നത് കണ്ടു. ഇതാ സ്വർഗം തുറക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നത് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ആരുകൊണ്ടു? ഞാൻ കണ്ടു. ഹല്ലേലൂയ. ഇതാ പറയാ, ഇതാ പൗലോസ് പറയാ, ഞാനിതാ കണ്ടു സ്വർഗം തുറക്കുന്നത്. ആമേ. ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന യേശുവിനെ ഞാൻ കണ്ടു. കൊലോസ്യ ലേഖനം 1:15 അവൻ അദൃശ്യമായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വസൃഷ്ടിയും ആദ്യജാതനുമാകുന്നു. എഫെസ്യർ ലേഖനം 5:8 പറയുന്നു, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിന്റെ വെളിച്ചമാകുന്നു. എഫെസ്യർ 5:8 പറയുന്നു, മുമ്പേ നിങ്ങൾ എന്തായിരുന്നു? ഇരുളായിരുന്നു. നിങ്ങളുടെ ജീവിതങ്ങൾ ഇരുട്ടായിരുന്നില്ലയോ? എന്നും നിങ്ങൾക്ക് വേദനയും പ്രയാസവും, എന്നാലും ഇപ്പോഴും നിങ്ങൾക്ക് പൂർണ്ണമായി മാറാത്തതുകൊണ്ട്, പൂർണ്ണമായിട്ട് വെളിച്ചം കയറാത്തത് കൊണ്ടാണ്. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ, പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മളായി തീർന്നു കഴിഞ്ഞാൽ ഈ ചെറിയ വെളിച്ചം വലിയൊരു വെളിച്ചമായി മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ ചെറിയ വെളിച്ചമാകാൻ പാടില്ല, വലിയ വെളിച്ചമാവണം. ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോൾ കർത്താവിന് വലിയ വെളിച്ചമായി. ഇതാ കർത്താവ് വെളിച്ചമാകുന്നു. യെശയ്യാവ് 45:7 പറഞ്ഞു, ഞാൻ പ്രകാശത്തെ നിർമ്മിക്കുന്നു, അന്ധകാരത്തെ സൃഷ്ടിക്കുന്നു, ഞാൻ നന്മയുണ്ടാക്കുന്നു, തിന്മയും സൃഷ്ടിക്കുന്നു, യഹോവയായ ഞാൻ ഇതൊക്കെയും ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാൻ പ്രകാശത്തെ നിർമ്മിക്കുന്നു. ദൈവം ആരാണ്? പ്രകാശമാണ്, വെളിച്ചമാണ്. യേശു വെളിച്ചം വന്ന വെളിച്ചത്തിൽ നടക്കും. ഇരുട്ടിൽ ആരും നടക്കാറില്ല. വെളിച്ചം കണ്ടു കഴിഞ്ഞാൽ ഇന്ന് വെളിച്ചത്തിലൂടെ നടക്കുവാനാണ് ആഗ്രഹിക്കാവൂ. ഒരിക്കലും ആ ഇരുട്ടത്തോട്ട് പോകരുത്. വെളിച്ചം വെളിച്ചത്തിലേക്ക് നയിക്കുമ്പോൾ ഇരുട്ടിലോട്ട് നയിക്കുന്നത് ആരാണ്? സാത്താനാണ്. ഇരുട്ടിലോട്ട് നിങ്ങളെ കൊണ്ടുപോയി ഈ ലോകത്തിന്റെ അന്ധകാരത്തിലോട്ട് കൊണ്ടുപോകുവാൻ പിശാച് നല്ലപോലെ പദ്ധതി ഒരുക്കുമ്പോൾ നിങ്ങൾ ആ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലോട്ട് ഇന്ന് വചനം വിളിച്ചു പറയുമ്പോൾ, സത്യവചനം വിളിച്ചു പറയുമ്പോൾ, ഞങ്ങൾക്കത് വേണ്ട, ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല, നിങ്ങൾ പറയുമ്പോൾ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂല, ഞങ്ങൾക്ക് ഈ ലോകത്തിന്റെ ഇഷ്ടാനുസരിച്ച് ജീവിക്കാൻ പറ്റൂ, ഞങ്ങൾക്ക് കർമ്മം ചെയ്യണം, കൊടുക്കണം, അത് ചെയ്യണം, കരുനാൾ നോക്കണം, കോഴി വെട്ടണം, അങ്ങനത്തെ കർമ്മങ്ങൾ ഒരുപാടുണ്ട്. നിങ്ങളെ കൂട്ടത്തിൽ വന്നിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് കൈയടിക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. കുറ്റപ്പെടുത്തണല്ല. ഹല്ലേലൂയ. ഒരു മരണം കഴിഞ്ഞാലും അവനെ വീണ്ടും കർമ്മം ചെയ്ത് വീണ്ടും അടുത്ത മരണത്തിന് വേണ്ടി ഒരുക്കുന്ന തലമുറകൾ. സാത്താൻ ഒരു മരണം കൊണ്ടിട്ട് കുടുംബത്തിൽ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും അവനെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. വെട്ടി പുറത്താക്ക്. നിനക്കൊരു പ്രതികൂലമായി സാത്താൻ വന്നാൽ നിന്റെ കഷ്ടത വരുത്തി അവനെ സ്തുതിക്കരുത്. അവനെ വെട്ടി പടിയടിച്ച് പിണ്ടം വയ്ക്കണം. ചൂലെടുത്ത് അടിക്കേണ്ടത് അടിച്ച് പുറത്താക്കണം. കളയേണ്ടത് കളയണം. നിന്റെ അനുഗ്രഹത്തെ പിടിച്ചു പറിച്ചുകൊണ്ട് പോയാൽ, നിന്റെ തലമുറ അപകരിച്ചാൽ, നിന്റെ ഭർത്താവിനെ അപകരിച്ചാൽ, നിന്റെ മക്കളെ അപകരിച്ചാൽ, ഇരുട്ടത്ത് അപകരിച്ചാൽ വീണ്ടും അവന് സ്തുതിഗീതം പാടരുത്. നീ മറക്കണം, എന്റെ ജീവിതം എന്നെ അനാഥനാക്കിയ സാത്താന്റെ ശക്തി ഇരുട്ടിനെ ഞാൻ വെറുക്കുന്നു എന്ന് ആരും പറയൂല. നമ്മൾ ഹല്ലേലൂയ സ്തോത്രവും പറയും, അവരൊന്നും ഹല്ലേലൂയ സ്തോത്രവും സ്തുതിയൊന്നും പറയൂല. അവർ വീണ്ടും 41 ദിവസം 60 ദിവസം ഒരേ കണക്കുള്ള കർമ്മം ചെയ്തുകൊണ്ടിരിക്കും. ഇനിയും ഞങ്ങളെ കൊണ്ടുപോ ഇനിയും ശേഷിക്കുന്നുണ്ടെന്ന് ഈ ബുദ്ധിമണ്ഡല കെട്ടുകളെ പൊട്ടി മാനസാന്തരപ്പെട്ട് സത്യത്തിന്റെ ഹൃദയത്തെ തുറക്കത്തുള്ള നിന്റെ ഹൃദയ മണ്ഡലങ്ങളെ ആത്മയുടെ തുറക്കത്തുള്ള ക്രിസ്തു പ്രകാശിക്കണം. അതുകൊണ്ട് 41 ദിവസം കഴിഞ്ഞ് 21 ചടങ്ങ് കഴിഞ്ഞിട്ടില്ല. ക്രിസ്ത്യാനിയുടെ ചടങ്ങ് എന്തൊരു ചടങ്ങ്? ദൈവത്തെ ആരാധിക്കുന്നതാണ് നല്ല ചടങ്ങ്. ഹല്ലേലൂയ. അപ്പൻ ആരാധിക്കുന്ന ചടങ്ങ്. അവന് വിശുദ്ധ ദിവസം വിശുദ്ധമാണ്, അവൻ അശുദ്ധമല്ല. ഒരു പാസ്റ്റർ അപ്പൻ മരിച്ചു കിടക്കുന്ന സമയത്തും ഒരു ദൈവദാസന്റെ അപ്പൻ മരിച്ചു കിടക്കുന്നു, പറഞ്ഞു അപ്പനെ പിന്നെ അടക്കാം, ഞാൻ ആദ്യം ദൈവത്തെ ആരാധിക്കട്ടെ, എന്റെ വേല ചെയ്യട്ടെ. അപ്പൻ മരിച്ചു തൊട്ടപ്പുറത്ത് കിടക്കുമ്പോ ഒരു ദൈവദാസൻ പുൽപ്പറ്റിന് എങ്ങനെ ശുശ്രൂഷിക്കും?
പറ, ഈ അപ്പനെക്കാട്ടിലും ഈ അപ്പൻ വലുതാണ്. ഹല്ലേലൂയ. മരിച്ചുപോയ അപ്പനെക്കാട്ടിലും മഹത്വം വലുതാണ്. ഈ അപ്പന്റെ മഹത്വം എന്റെ മേൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഈ ആത്മഭാരം ഒരു ചടങ്ങുകൾക്കോ കർമ്മങ്ങൾക്കോ ഞാൻ വിട്ടുകൊടുക്കില്ല. വെളിച്ചം വെളിച്ചമായി മാറട്ടെ. വെളിച്ചം വരാത്തത് കൊണ്ടാ കർമ്മദോഷമായി പാപമായി മാറുന്നത്. വെളിച്ചത്തെ വെളിച്ചമായി നീ കാണാൻ കൃപ നിനക്ക് വേണം. ഇരുട്ടിനെ കീറി മുറിക്കണം. പ്രവൃത്തി വെളിപ്പെടത്തക്ക വണ്ണം ആമേ വെളിച്ചത്തെ വെളിച്ചമെന്നും ഇരുട്ടിനെ ഇരുട്ടെന്നും പറയുവാൻ എന്തുണ്ടാവണം? ഒരു കൃപ പ്രാപിക്കണം. സത്യം സത്യമാണെന്നും ആമേ അസത്യം അസത്യമാണെന്നും. ഇന്ന് കൂടുതലും കള്ളത്തരം പറയുന്നിടത്ത് ആൾ കൂടുതൽ, സത്യത്തിന്റെ അടുത്ത് ആള് കുറവാണ്. ഏറ്റവും കൂടുതൽ കള്ളത്തരം പറഞ്ഞ് നുണ പറയുന്ന അടുത്താണ് ജനം കൂടുതൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ നോക്കുന്നുണ്ട് നമുക്കറിയാം, പുറത്തിറങ്ങി കഴിഞ്ഞാൽ അങ്ങനെയാണ്. കാര്യം ഇരുട്ടത്താ പലതും ഇരിക്കുന്നത്. വെളിച്ചത്ത് പലർക്കും വരാൻ വയ്യ. കാര്യം ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് ജീവിക്കാൻ ഇത്തിരി പാടാണ്. ആമേ ഹല്ലേലൂയ. ഇങ്ങനെ വരുമ്പോ, ഈ കൂട്ടത്തിൽ വരുമ്പോ നേരെ നല്ലതായിട്ട് ജീവിക്കണം, നല്ലപോലെ കുളിക്കണം, നല്ലപോലെ നീറ്റാവണം, നല്ല വസ്ത്രമിടണം, മറ്റുള്ള പരിപാടികളും ഈ മറ്റുള്ള ഒന്നും ഉരുട്ടുപെട്ടൊന്നും പാടില്ല. നന്നാവണമെന്ന് ആഗ്രഹിക്കും. പറയും ഞങ്ങൾക്ക് അതൊന്നും പറ്റത്തില്ല, ഞങ്ങൾക്ക് വൈകുന്നേരം ആകുമ്പോൾ വാട്ടിസ് അടിക്കണം, ഞങ്ങൾക്ക് വൈകുന്നേരം ആകുമ്പോൾ സീരിയലൊക്കെ കാണണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഞാൻ പ്രകാശത്തെ നിർമ്മിക്കുകയും അന്ധകാരത്തെ സൃഷ്ടിക്കുകയും ഞാൻ നന്മയെ ഉണ്ടാക്കുകയും തിന്മയെ സൃഷ്ടിക്കുകയും യഹോവേ ഞാൻ ഇതൊക്കെ ചെയ്യുന്നു. സങ്കീർത്തനം 90:16 പറയുന്നു, നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവിടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകും. നിന്റെ ദാസന്മാർക്ക് ദൈവത്തിന്റെ പ്രവൃത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വം വെളിപ്പെടും. നിന്റെ ദാസന്മാർക്ക് ഇതെല്ലാം പ്രവൃത്തി ചെയ്താൽ നിന്റെ മക്കൾക്ക് അത് വെളിപ്പെടും. നീ ചെയ്യുന്നത് അത് മക്കൾക്കൂടെ ഗുണം പിടിക്കുന്ന രീതി ചെയ്യണം. നിന്റെ തലമുറകൾ ദൈവത്തെ അറിഞ്ഞില്ല എങ്കിൽ ഇന്ന് മുതൽ അവർക്ക് വേണ്ടി കരയണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരെ ഞാൻ വീണ്ടും പറയുന്നു, അവർക്ക് വീടോ കൂടോ ഒന്നും കിട്ടാൻ പ്രാർത്ഥിക്കരുത്. അവർക്ക് ഒരു അനുഗ്രഹം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്. യേശുവിനെ കിട്ടാൻ വേണ്ടി മാത്രമേ പ്രാർത്ഥിക്കാവൂ. കാര്യം അപകടത്തിലോട്ട് പോകാതെ ഞാൻ അറിയുന്ന സത്യത്തിന്റെ മേൽ വചനത്തിലോട്ട് നിന്റെ മക്കൾക്ക് എന്റെ മഹത്വം കാണാം. നിങ്ങൾ കണ്ട മഹത്വം നിന്റെ തലമുറയ്ക്ക് കൈമാറത്തക്ക വണ്ണം ഒരു ദൈവ പ്രവൃത്തി വ്യാപരിക്കണം. ഹല്ലേലൂയ. അപ്പൻ നല്ലത് ചെയ്ത് കണ്ട് കയറി കഴിഞ്ഞാൽ മക്കളും നല്ലത് ചെയ്ത് കണ്ട് കയറും. ഹല്ലേലൂയ. അപ്പന്റെ നല്ല പ്രവൃത്തിയാണെങ്കിൽ, അമ്മയുടെ നല്ല പ്രവൃത്തിയാണെങ്കിൽ മക്കൾ നല്ല പ്രവൃത്തി ചെയ്യും. അമ്മ നല്ല മര്യാദ കൊണ്ട് ദൈവത്തെ ആരാധിക്കും. അമ്മയെ കാണുമ്പോൾ മക്കൾ കാണുന്ന ബൈബിൾ വായിക്കുന്നുണ്ടെങ്കിൽ മക്കളും അതുപോലെ വായിക്കും. അല്ല വീട്ടിൽ വരും അമ്മ 24 മണിക്കൂർ ടി വിയിൽ റിമോട്ടുമാണ് മൊബൈലുമാണെങ്കിൽ മക്കളും അങ്ങനെ ആയിപ്പോകും. യാതിലാണോ വലിച്ചു കുടിക്കുന്നത് അതിലോട്ട് പോകും. കുടിയന്റെ മക്കൾ എന്നും കുടിയനായി തന്നെ മാറും. ആമേ ഹല്ലേലൂയ. അവൻ ആക്രി പറക്കുന്ന മക്കൾ അവന്റെ ജീവിതം ആക്രി തന്നെ പറക്കിക്കൊണ്ടിരിക്കും. നമ്മൾ ഏത് നിലവാരത്തിൽ പോകുമോ ആ തലമുറ അങ്ങനെ തന്നെ പോകും. പക്ഷെ അതിനകത്തുനിന്ന് വീണ്ടെടുക്കുന്ന ചിലരുണ്ട്. ആക്രി പറക്കുന്നവന്റെയും കുടിയന്റെ വീട്ടിൽ നിന്നും ചിലതിന് ദൈവം തെരഞ്ഞെടുക്കുന്നുണ്ട്. ചിലരുടെ പ്രാർത്ഥനകള്, നിന്റെ പ്രാർത്ഥന കുടുംബത്തിന് ദേശത്തിന് മേൽ ഒരു പ്രകാശമായി മാറുന്നുണ്ട്. ഇന്ന് മുഴുത്ത കുടിയന്മാരുടെ മക്കളെ ചില പാസ്റ്റർമായി മാറുന്നത്, അവൻ ചില ഡോക്ടറുമായി മാറുന്നത്, എഞ്ചിനീയറായി മാറുന്നത്. കാര്യം എന്താണ്? ചില പ്രാർത്ഥനകളെ രൂപാന്തരപ്പെടുത്താൻ പറ്റുന്നുണ്ട്, ചില മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നുണ്ട്. അത് മക്കൾക്ക് നിന്റെ മഹത്വം വെളിപ്പെടുമാറാകും. ഹല്ലേലൂയ. നീ ആരാധിക്കുന്ന ദൈവം, നീ അറിഞ്ഞ സത്യം അത് വെളിച്ചമായി കുഞ്ഞുങ്ങൾക്ക് മഹത്വം വെളിപ്പെടുന്ന ഉയർച്ച ഉണ്ടാവണം. ഇന്ന് നിങ്ങളുടെ മക്കൾക്ക് ഉയർച്ചയില്ല. പഠിത്തമുണ്ട്, വിദ്യാഭ്യാസം എല്ലാം ഉണ്ട്, കയറുന്നില്ല. ഇന്നും ആക്രിക്കടയിൽ ഹല്ലേലൂയ തൂക്കി കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഒരു ഉയർച്ചയും വരുന്ന കാര്യം എന്താണ്? നീ ഒരു മഹത്വത്തെ എടുക്കേണ്ട മഹത്വം എടുക്കാത്തത് കൊണ്ടും നിന്നിൽ വെളിപ്പെടാത്തത് കൊണ്ടും നിന്റെ തലമുറയ്ക്ക് അത് വെളിപ്പെടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ മഹത്വം വെളിപ്പെട്ടാൽ ദൈവപ്രവൃത്തിയുടെ തലമുറയ്ക്ക് കൈമാറും. അത് ആ തലമുറയ്ക്ക് കിട്ടും ദൈവം.
ആമേ ഹല്ലേലൂയ. നീ കണ്ട അനുഗ്രഹം, നീ കണ്ട വിടുതല്, നീ കണ്ട പ്രവൃത്തി, ദൈവത്തിന്റെ പ്രവൃത്തി മക്കൾക്ക് വേണ്ടി വെളിപ്പെടുത്താമെന്ന് ദൈവം പറയുന്നു. ഇത് ആരെങ്കിലും വേണ്ടെന്ന് പറയുമോ? നിന്റെ മക്കൾ രക്ഷപ്പെടുന്നത് നിനക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ മഹത്വം എനിക്ക് വേണ്ട. ഈ ലോകത്തിന്റെ ചിന്തയെ പിടിച്ചങ്ങ് ഇരുന്നാ മതി, നാട്ടുകാരെ കുടുംബത്തിന്റെ കഥകൾ കേട്ടങ്ങ് ഇരുന്നാ മതി. ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടണോ, ദൈവത്തിന്റെ മഹത്വം കാണണോ, നിന്റെ തലമുറ ഒന്ന് കയറി വരണമോ, ഒന്ന് ഉയർന്നു വരണമോ എന്ന് ഇങ്ങനെ വന്ന് ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് ഇരുന്നാ മതിയോ? എന്നും കരച്ചില്, എന്നും മൂക്കുവിഴിയക്കം, എന്നും വേദന, എന്നും പല്ലുകടി എന്ന് ഈ കഷ്ടപ്പാട് കൊണ്ട് നീ സത്യം അറിഞ്ഞില്ലയോ കുഞ്ഞെ? സത്യം അറിഞ്ഞില്ലയോ? യേശു നിന്നെ ഉയർത്തുമെന്ന് അറിഞ്ഞില്ലയോ? വെളിച്ചം നിന്റെ ഹൃദയത്തിൽ വന്നില്ലയോ? നിന്റെ തലമുറ കൈമാറുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാല സഭയോട് ദൂത് പറയുന്നു, നിന്റെ തലമുറ ഉയർത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിന്റെ തലമുറ ഉയർത്തുവാൻ എന്നുമേൽ വെളിപ്പെട്ട മാത്രം പോരാ, എന്റെ തലമുറയിൽ ദൈവമാത്രം വെളിപ്പെടണം. ആമേൻ ആമേൻ. ആഗ്രഹിക്കുന്ന ദൈവം ഉയർത്തണം. മനുഷ്യനല്ല ഉയർത്തേണ്ടത്, എന്റെ തലമുറയെ ദൈവം ഉയർത്തണം. ഞാൻ നിന്റെ മക്കൾക്ക് മഹത്വം വെളിപ്പെടുത്തും. അപ്പൻ കണ്ട മഹത്വത്തിന്റെ തേജസ് തലമുറയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കണം. നിങ്ങൾ അറിഞ്ഞ മഹത്വം നിന്റെ തലമുറയ്ക്ക് വെളിപ്പെടുത്തണം. നിങ്ങളുടെ അനുഗ്രഹം വൈകിയാണ് അറിഞ്ഞത് അല്ലേ? നിങ്ങൾ അറിഞ്ഞ 40 വയസ്സിൽ 50 വയസ്സിൽ അറിഞ്ഞായിരിക്കും, ചിലപ്പോൾ 60 വയസ്സിലായിരിക്കും അറിഞ്ഞത്. നിന്റെ മക്കൾക്ക് 60 വയസ്സൊന്നും ആയില്ലല്ലോ. കൂടിപ്പയ്യ 25, 30, 40 അപ്പുറല്ലേ ആയുള്ളൂ. അതുകൊണ്ട് വലിയൊരു മഹത്വം കാണാൻ പോവുകയാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായി മുറുകെ പിടിച്ച സഹോദരന്മാരെ, ഈ ചാനലിലൂടെ കേൾക്കുന്ന നിങ്ങളോട് പറയുക, നിങ്ങൾ മുറുകെ പിടിക്കുമെങ്കിൽ, നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ മുറുകെ പിടിച്ചു നിൽക്കുമെങ്കിൽ നിന്റെ തലമുറ മഹത്വം കൊണ്ട് കയറി വരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരിക്കലും പരാജയം വരൂല. നിങ്ങൾ ദൈവത്തെ അറിഞ്ഞത് ഒരിക്കലും പരാജയപ്പെടാനല്ല, ദൈവം ഉയർത്താനാണ്. വെളിച്ചം വെളിച്ചത്തിലോട്ട് കയറ്റുവാനാണ്. യോഹന്നാൻ 11:40 പറഞ്ഞു, യേശു അവനോട് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ? നിങ്ങൾ ഇതൊക്കെ പറഞ്ഞപ്പോൾ ചോദിച്ചു, അടുത്തൊരു മനസ്സിനകത്തൊരു സംശയം വന്നു. പാസ്റ്റർ എന്നൊക്കെ പറയും, നിങ്ങൾക്ക് എവിടെ വേണോ പോകാൻ, ഞങ്ങൾക്ക് ഒരു ചുറ്റുപാട്, ഒരു മതിലുണ്ട്, മതിലിനകത്താണ് നിൽക്കുന്നത്, ഞങ്ങൾ സ്ത്രീകളിൽ പുരുഷന്മാരിൽ, നിങ്ങൾക്ക് ചുറ്റുപാടൊക്കെ നോക്കണ്ട, ഞങ്ങൾക്ക് നോക്കിയാലേ ജീവിക്കാൻ പറ്റുള്ളൂ. അവരോട് ദൈവത്തിന്റെ ആത്മാവ് അടുത്ത ക്വസ്റ്റ്യൻ പറയുകയാണ്, ഒരു ചോദ്യം പോലെ പറയുകയാണ്. ആമേ, യോഹന്നാൻ 11:40 പറയുന്നു, യേശുവോട് നീ വിശ്വസിച്ചാ ദൈവത്തിന്റെ മഹത്വം കാണും. ആമേ, ഹല്ലേലൂയ. നീ വിശ്വസിച്ച ഇന്ന് വിശ്വസിച്ച നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 1:14-15 പറയുന്ന, പകലും രാവും തമ്മിൽ വേർതിരിപ്പാൻ ആകാശ വിധാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ, അവ അടയാളങ്ങളായി കാലം, ദിവസം, സംവത്സരം എന്നിവ തിരിച്ചറിയുവാൻ ഉതകട്ടെ. ആമേ 11 പറയുന്നു, 1:15 ഭൂമി പ്രകാശിപ്പാൻ ആകാശ വിധാനത്തിലെ വെളിച്ചങ്ങളായിരിക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. യോഹന്നാൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ സുവിശേഷം വെളിച്ചമായി മാറത്തക്ക വണ്ണം, ദൈവപ്രവൃത്തി വെളിപ്പെടത്തക്ക വണ്ണം, വെളിച്ചത്തിന് വെളിച്ചമായി. വെളിച്ചം ഒരിക്കലും ഇരുട്ടത്ത് തള്ളിയിടത്തില്ല. വെളിച്ചം വെളിച്ചത്തിലേക്ക് നയിക്കത്തക്കവണ്ണം, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്തക്കവണ്ണം നിന്നെ ആമേ തേജസ്സിലോട്ട് കൊണ്ടുവരും. ആമേ, ഹല്ലേലൂയ. വെളിച്ചമായി ഇറങ്ങി വന്ന ക്രിസ്തുവിനെ ഇന്ന് കാണണം. എന്റെ മേൽ ഇറങ്ങി വന്ന യേശുവിനെ കാണണം. അപ്പാ, നീ വെളിച്ചമായി ഇറങ്ങി വന്നു. ആമേ, ഹല്ലേലൂയ. 2025 വർഷങ്ങൾക്ക് മുമ്പ് വെളിച്ചമായി ഇറങ്ങി വന്ന യേശുവിനെ ഇന്ന് നീ കാണണം. യേശു വന്നത് ഇരുട്ട് തരാനല്ല, വെളിച്ചം തരാനാണ്. യേശു വന്നാൽ നിങ്ങളുടെ ജീവിതം വെളിച്ചമായി മാറും, നിങ്ങളുടെ കുടുംബം വെളിച്ചമായി മാറും, സകലതും വെളിച്ചമായി മാറും. ഇന്ന് യേശുവിനെ അറിയാത്തവരോട് പറയുക, നീ യേശുവിനെ അറിയേണ്ടില്ല, അറിഞ്ഞാൽ ഈ പ്രകാശം നല്ലപോലെ അനുഭവിക്കണം. നമുക്കൊരു വെളിച്ചമുണ്ടെങ്കിൽ ഇത് നല്ലപോലെ ഒന്ന് മനസ്സിലാക്കണം. സൂര്യൻ വന്നു പോകുന്നു, ഒരു ദിവസം സൂര്യൻ ഉദിക്കാതിരിക്കണം. അപ്പോഴറിയാം എന്താണ് സംഭവിക്കുക. ഇപ്പൊ സൂര്യന് ഒരു വിലയും ഇല്ല. സൂര്യനെ പ്രാവയാണ്, മുടിഞ്ഞ ചൂട്, ദുഷ്ടൻ മുടിഞ്ഞ ചൂട്. പ്രാവയാണ് ചൂടുള്ള സമയത്ത്. ഒരു ദിവസം സൂര്യൻ ഉദിക്കാതിരിക്കണം. സൂര്യണ്ണാ, നീ എവിടെ പോയി? നിന്നെ കാണാനൊന്നുമില്ലല്ലോ. ഞങ്ങൾക്ക് വെളിയിറങ്ങാനൊന്നും പറ്റണില്ല, വിശക്കുകയും ചെയ്യുന്നുണ്ട്, മൊത്തത്തില് അടഞ്ഞിരുട്ടാ. സൂര്യൻ വീഴുന്നൊരു ദിവസമുണ്ട് ദൈവമക്കളെ. ബൈബിൾ പറയുന്നുണ്ട്, സൂര്യനൊരു അവസാനമുണ്ട്, പക്ഷെ വെളിച്ചത്തിന് അവസാനമില്ല.
ഈ കാണുന്ന സകലവും പ്രപഞ്ചത്തിന് വീഴുന്ന ഒരു ദിവസം വെച്ചിരിക്കുമ്പോ വെളിച്ചത്തിന് അവസാനമില്ല. ഈ വെളിച്ചം തേജസ്സായി വെളിപ്പെടുന്ന രണ്ടാം വരവായിട്ട് യേശു വരും. ആമേ. വലിയ വെളിച്ചമായി രണ്ടാം വരവിലേക്ക് മഹത്വത്തിന്റെ വെളിച്ചമായി ക്രിസ്തു വരും. ആമേ. ഹല്ലേലൂയ. അന്ന് സകലതും ആമേ ഞെട്ടുന്ന രീതിയിൽ, അതിശയിക്കാത്ത രീതിയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. അതുകൊണ്ട് ഇന്ന് ഈ മഹത്വത്തിൽ മുറുകെ പിടിക്കണം. ഈ വെളിച്ചത്തോടെ നീ ജീവിക്കണം. ഈ വെളിച്ചത്തോടെ നീ കയറണം. ഈ വെളിച്ചം നിന്നെ അനുഗ്രഹിക്കും. ഈ വെളിച്ചം നിന്നെ ഉയർത്തും. ഈ വെളിച്ചത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ നിനക്ക് ഒരിക്കലും പരാജയം വരത്തില്ല. നിന്നെ അനുഗ്രഹിക്കും. നീ മാത്രമല്ല, നിനക്ക് കിട്ടിയ വെളിച്ചം നിന്റെ കുടുംബത്തിലോട്ട് ദൈവം കൈമാറുന്നുണ്ട്. നിന്റെ തലമുറ അനുഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ അറിഞ്ഞത് കൊണ്ടാ എൻ്റെ തലമുറകൾ കയറുന്നത്. ഇന്ന് നിങ്ങളിലൂടെ വരുന്ന അനുഗ്രഹം നിങ്ങളുടെ ദേശത്തിലും നിങ്ങളുടെ ചുറ്റുപാടിലൊക്കെ അനുഗ്രഹമായി മാറുന്നുണ്ട്. ഹല്ലേലൂയ. ഈ വെളിച്ചത്തെ മൂടി വയ്ക്കരുത്. വെളിച്ചമായി വന്നാൽ പ്രകാശിക്കണം. മിന്നാമിനിങ്ങെ മൂടി വയ്ക്കാം. 25 അവസാനിക്കും മുമ്പേ ഈ വെളിച്ചം നിങ്ങൾക്ക് വലിയൊരു വെളിച്ചമായി മാറണം. ഒരു വിടുതലായി മാറണം. നിങ്ങളെ രോഗങ്ങൾ മാറണം. നിങ്ങളെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കഷ്ടത മാറണം. ഈ വെളിച്ചം നിന്റെ കുടുംബത്തെ വലിയൊരു പ്രകാശമാക്കി മാറ്റണം. പിശാച് അവകാശം പറഞ്ഞ് അന്ധകാരത്തിട്ടിരിക്കുന്ന നിന്റെ തലമുറകളെ നീ പൊട്ടിക്കണം. അല്ല, നീ പറയും അവരവിടെ കിടക്കട്ട്, ഞാൻ ഇങ്ങോട്ട് പോവാം, ഞാൻ തെക്കോട്ട് പോകുമ്പോൾ ഭർത്താവ് വടക്കോട്ട് പോകും, മക്കൾ പടിഞ്ഞാറോട്ട് പോകും എന്ന് പോടരുത്. നിന്റെ കുടുംബത്തെ മുഴുവൻ കയ്യിൽ നീ പിടിക്കണം. കുടുംബത്തിന് മുഴുവനായിട്ട് മുറുകെ പിടിക്കണം. ഒരു ചലഞ്ചായിട്ട് ഇരുട്ടിലോട്ട് മക്കളെ വിട്ടു കൊടുക്കരുത്. നിന്റെ തലമുറ വിട്ടു കൊടുക്കരുത്. ഇതൊരു യുദ്ധമാണ്. പ്രാർത്ഥന എന്നൊരു യുദ്ധമാണ്. നീ പൊരുതണം. ഇതിനു വേണ്ടി ചില ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും. ചില നിന്ദകൾ സഹിക്കേണ്ടി വരും. ചില വേദനകൾ കേൾക്കണം. പക്ഷേ ഒരുപാട് അനുഗ്രഹത്തിന് ഒരുപാട് സഹിക്കേണ്ടി വരും. ഉള്ള കാര്യം പറയാലോ. ദൈവത്തെ അറിഞ്ഞ സമയത്തൊക്കെ ഞങ്ങളെ സമയത്തൊക്കെ മാതാപിതാക്കളൊക്കെ പരിഹസിച്ചു, മറ്റുള്ളവരൊക്കെ പുച്ഛിച്ചു. ഞങ്ങൾ പറഞ്ഞു നാട്ടുകാരെയും മക്കളെ ഒന്നും ഞങ്ങൾക്ക് ഒരു വിലയില്ല. ഞങ്ങൾ അപ്പനെ വലുതായിട്ട് കണ്ടു. യേശുവിനെ എന്ന് വലുതായിട്ട് കാണാൻ തുടങ്ങിയ അതാ ഇന്ന് ഇവിടെ ദൈവം നിർത്തിയത്. മറ്റുള്ളവരുടെ വാക്കുകൾ അനുഗ്രഹത്തിന് ഇതിനെ ബ്രേക്ക് പിടിക്കുമ്പോൾ സഭയും പട്ടക്കാരെയും നാട്ടുകാരെ നോക്കരുത്. യേശുവിന്റെ വെളിച്ചത്തോട്ട് കയറിക്കോണം. എന്നെ അനുഗ്രഹിക്കുന്ന, എനിക്ക് വെളിച്ചം തരുന്നവന്റെ കൂടെ നിൽക്കണം. അല്പം വെളിച്ചം തന്നിട്ട് അണച്ചിട്ടിട്ട് രാത്രി മൊത്തം ഇരിക്കുന്നവരുടെ കൂടെ ഇരിക്കരുത്. പിശാചൊരു പരിപാടിയുണ്ട്. അല്പം മിന്നാമിന്റെ വെട്ടം തരും. ഓ, അല്പം അനുഗ്രഹം കിട്ടാൻ പറയും. ഞാൻ എൻ്റെ കഴിവില്ല, കിട്ടി. അത് മിന്നാമിനിങ്ങിന്റെ വെട്ട ആയുസ് മാത്രമേ ഉള്ളൂ. ആ മിന്നാമിനിന് അല്പ ആയുസ് പോലെ അതും അല്പം പോലെ നിൽക്കത്തില്ല, നഷ്ടപ്പെട്ടു പോകും. പക്ഷെ നഷ്ടപ്പെടാതിരിക്കുവാൻ നീ ദൈവത്തിന് നിത്യമായ ഒരു പ്രകാശത്തിലേക്ക്, ആമേ 15 ഉൽപ്പന്ന ഭൂമി പ്രകാശിക്കും പോലെ ആകാശത്തിന് വെളിച്ചത്തിലാവട്ടെ എന്നവൻ ദൈവം കൽപ്പിച്ചു. അതാ പ്രകാശിക്കുന്ന പോലെ നിങ്ങൾ വെളിച്ചത്തിലോട്ട് നീ പ്രകാശിക്കണം. ക്രിസ്തുവിന്റെ വെളിച്ചത്തിലോട്ട് നീ കയറണം. പ്രകാശമായി നീ മാറണം. നിന്റെ കുടുംബത്തിൽ ഒരു പ്രകാശമായി മാറണം. ദേശ സഭയ്ക്കൊരു പ്രകാശമായി മാറണം. നിങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം വരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീവിതങ്ങൾ ചേഞ്ച് ആവത്തക്കവണ്ണ, ഒരു പ്രകാശത്തിലേക്ക് നയിക്കത്തക്കവണ്ണ നിങ്ങളെ ജീവിതങ്ങളൊന്ന് സമർപ്പിച്ചു കൊടുക്കാമോ? ഒന്ന് താഴ്ത്തി കൊടുക്കാമോ? എൻ്റെ യേശുവേ, എന്നോടൊന്ന് മനസ്സലിയണമേ, എനിക്കൊന്ന് നിന്നെ ഒന്ന് കാണണം മോശ എന്ന് പറഞ്ഞു. ആ മോശ അവസാനം കണ്ടത് മുൾപടർപ്പിൽ കത്തുന്ന തീയാണ്. മോശ ആഗ്രഹിച്ചത് എനിക്കൊന്ന് കാണണം. മോശ എനിക്ക് ആമേ ഹല്ലേലൂയ പാറ പടർപ്പിച്ച് ദൈവത്തിന്റെ മഹത്വം കാണിച്ചിട്ട് അവസാനം ആടുകളെ മേയ്ക്കുന്ന മുമ്പ്, അതിന് മുമ്പേ തന്നെ ആടുകളെ മേയ്ക്കുവാൻ വേണ്ടി, തൻ്റെ അമ്മാവൻ്റെ ആടുകളെ മേയ്ക്കാൻ വേണ്ടി മരുഭൂമിയിൽ പോയ സമയത്ത് മരുഭൂമിയിൽ കണ്ട തേജസ് അത് മറക്ക ദൈവം ആർക്ക് കാണിച്ചു കൊടുത്തു? മോശയ്ക്ക് കാണിച്ചു കൊടുത്തു. തീയായിട്ട് മുൾപടർപ്പ് കത്തുന്നത്. നിനക്ക് ഒരു ആഗ്രഹമുണ്ടെങ്കിൽ, നിന്റെ മേലൊരു കൃപ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, നീ ഇന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ മുൾപടർപ്പിൽ ഇറങ്ങിയ തീ നിന്റെ അടുക്കൽ ഇറങ്ങും. ചില പ്രതികൂലങ്ങളെ ചാരമാക്കുവാൻ, നിനക്ക് എതിരായിരുന്ന ചില പ്രതികൂലങ്ങളെ ചാരമാക്കുവാൻ, ചില രോഗങ്ങളെ തകർക്കുവാൻ, ചില പാപങ്ങളെ പൊട്ടിക്കുവാൻ, ചില ശാപങ്ങളെ പൊട്ടിക്കുവാൻ, നിന്നെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയാതെ അന്ധകാരത്തിന്റെ കെട്ടുകൾ നിന്നെ പിടിച്ചു വലിക്കുന്നുണ്ടെങ്കിൽ പറ, ഈ തീ ഇറങ്ങണം.
നിന്നെ കുരുക്കിയിട്ട പാപത്തിന്റെ കെണിയിൽ നിന്ന് പൊട്ടിക്കണമെങ്കിൽ മുൾപ്പടർപ്പിൽ കത്തിയ തീ ഇറങ്ങിയേ പറ്റൂ. ഹല്ലേലൂയ. നിങ്ങൾ ഈ പ്രതികൂലത്തിന്റെ നിങ്ങളെ ഒന്ന് ഉയരാൻ കഴിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് അസമാധാനത്തിന് നടുവിലാണെങ്കിൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ, ദൈവം ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾ ആഗ്രഹിക്കണം. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അല്ല, ദൈവം ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ ഒന്ന് ഉയർന്ന് കയറുവാൻ ആഗ്രഹിക്കുമെങ്കിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും, ജീവിതങ്ങൾ പ്രകാശിക്കപ്പെടും. ഇതാ വെളിച്ചം വെളിച്ചത്തിലേക്ക് നയിക്കട്ടെ. ഇരുട്ട് ഇരുട്ടിലോട്ട് നയിക്കുവാൻ പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ, പലതിനെയും ഇരുട്ടിലോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പറ, ഞാൻ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലോട്ട് വരും. ആർക്കും ഇരുട്ട് ഇഷ്ടമല്ല, വെളിച്ചമാണ് ഇഷ്ടം. എല്ലാവർക്കും ഇഷ്ടം വെളിച്ചമാണ്, അല്ലേ? എല്ലാവർക്കും ഇഷ്ടം വെളിച്ചമാണ്. ഇരുട്ടുള്ള സമയത്ത് ഈ ഹാളിനകത്ത് ഇത്രയും ലൈറ്റ് ഇട്ട കാര്യം എന്താണ്? വെളിച്ചത്തിരിക്കാനാണ് ഇഷ്ടം. ഇന്ന് ആർക്ക് ഇരട്ടത്തിരിക്കാൻ ഇഷ്ടമുണ്ടോ? ഇല്ല ബ്രദറെ, ഞങ്ങൾക്ക് വെളിച്ചത്തെ അനുഗ്രഹം വേണം. അനുഗ്രഹം എന്ന് പറയുന്നത് വെളിച്ചമാണ്. ഈ കാണുന്ന ഇലക്ട്രിസിറ്റിയെ കാട്ടിലും അത്യുന്നതമായ ദൈവത്തിന്റെ തേജസ്, മോശമേൽ കണ്ട മുൾപ്പടർപ്പിന്റെ മഹത്വത്തിന്റെ മഹത്വം നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിങ്ങളുടെ മേൽ ഇറങ്ങാൻ പോകുന്നു. ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ പോകുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മ പറയുന്നത്, ഇതിനകത്തുനിന്നും ചില വ്യക്തികളെ പരിശുദ്ധാത്മാവ് പുറത്തെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുക. ചില പദ്ധതികളുടെ മേൽ ദൈവ പദ്ധതി ഇടുന്നുണ്ട്. കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ, ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. നിങ്ങൾ അനുഗ്രഹത്തിലേക്ക് ദൈവം കൊണ്ടുവരുവാൻ ഈ സ്വർഗ്ഗത്തിൽ സഹായിക്കട്ടെ. ഈ വെളിച്ചം നിങ്ങൾ വെളിച്ചത്തിലേക്ക് നിന്റെ സഹോദരനോട് പറയണം, നിന്റെ സഹോദരനോട് പറയണം വെളിച്ചത്തിലോട്ട് വരുവാൻ. ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുന്ന തലമുറകൾ പാപത്തിലേക്കും മദ്യത്തിലേക്കും ഈ ലോകപ്രകാരം ജീവിച്ച് ഇന്ന് മനുഷ്യ സമാധാനം കണ്ടെത്തുന്നത് മദ്യത്തിലാണ്. ഒരു ഭവനത്തിനകത്ത് ലഹരിയിലാണ്. ഇന്ന് ആർക്കും സമാധാനം കണ്ടെത്തണമെങ്കിൽ അവന്റെ തലച്ചോറിനെ ഒന്ന് ബന്ധിക്കണം. അവൻ അതിനുവേണ്ടി എന്തും തേടും, ഏത് വിഷം വേണമെങ്കിലും എടുത്തു കുടിക്കും. അവന് മത്താവണം, ഈ ലോകത്തിന്റെ വേദന മറക്കണം. ഇന്ന് എത്ര വേദന ഉണ്ടെങ്കിലും നിന്നെ ക്രിസ്തുവിലേക്ക് വന്നാൽ, നീ എടുക്കേണ്ട വചനം എടുത്താൽ, നിന്നെ തകർക്കുന്നതിന്റെ പാപത്തിന്റെ ബന്ധനത്തിന്റെ കെട്ടുകളെ പൊട്ടിച്ച് ആ ക്രൂസിന്റെ സ്നേഹം നിന്നിലേക്ക് ഇറങ്ങി വരും. മഹത്വത്തിന്റെ തേജസ് ഇറങ്ങി വരും. ഈ ലോകത്തിന്റെ ഇരുട്ടല്ല നിനക്ക് വേണ്ടത്, ഈ ലോകത്തിന്റെ അന്ധകാരമല്ല വേണ്ടത്. ക്രിസ്തുവിന്റെ വെളിച്ചത്തിലേക്ക് നയിക്കത്തക്കവണ്ണം എന്നെ പ്രകാശത്തിലേക്ക് കൊണ്ടുപോകും. നീ അനുഗ്രഹത്തിലൂടെ കയറി വന്നു, ഇടയ്ക്കെന്തോ ഓഫായി പോയി, ഇടയ്ക്കൊരു പരാജയം വന്നു പോയി. എന്നാൽ ഇന്ന് മുതൽ നീ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചു നീ എന്നെ കയറ്റുവാൻ ദൈവം നിന്നെ സഹായിക്കും, ദൈവം നിന്നെ ബലപ്പെടുത്തും, ശക്തിപ്പെടുത്തും. ഈ വചനങ്ങളാൽ ദൈവ സമൃദ്ധം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നിത്യമായ പരിശുദ്ധ പിതാവേ, ഈ നല്ല കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് കേട്ട വചനം വെളിച്ചത്തിലേക്ക് നയിക്കത്തക്കവണ്ണം ഈ അന്ധകാരം പിടിച്ചെടുക്കുന്ന കുടുംബത്തെ, സകലത്തിന്റെ മേൽ, ദേശത്തിന്റെ മേൽ, സഭമേൽ ദൈവം പ്രകാശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മക്കളുടെ പ്രാർത്ഥന കേൾക്കണം, ഇവരുടെ കണ്ണുനീര് തുടയ്ക്കണം അപ്പച്ച. ഇവരുടെ അവസ്ഥകൾ മാറ്റമാണ്, ഇവരുടെ തലമുറകളൊന്ന് കയറണം അപ്പച്ച. ഈ മക്കളോട് കടാക്ഷിച്ചതുപോലെ ഈ കുഞ്ഞുങ്ങളോട് ദൈവം കടാക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം എല്ലാവരുടെ മാത്രമല്ല, ഇന്ന് ചാനലിലൂടെ, യൂട്യൂബ് ചാനൽ സകലവർക്കും ഇതൊരു അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കണം. ദൈവം നാമം മഹത്വപ്പെടണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.